നമസ്കാരം. വിഷുഫലം. ഈ വർഷത്തെ വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ വേണ്ടത് വളരെ നല്ലത് തന്നെയാണ്. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും താക്കീതുകൾ കിട്ടാതെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ജോലി കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകാനും അല്ലെങ്കിൽ പുതിയ പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കുവാനും എല്ലാം സാധ്യതയുണ്ടാകും. പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയമുണ്ടാകും. ടെസ്റ്റുകളിലെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ജോലി സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു വർഷം തന്നെയാണ്. ദുർവ്യാഖ്യാനങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പല വിഷമങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ്സിൽ പുതിയ പുതിയ വകുപ്പിലേക്ക് പുതിയ സെക്ഷനിലോട്ട് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിപുലമാക്കുക എന്നിങ്ങനെയുള്ള പുതിയ അനുഭവങ്ങൾ ബിസിനസ്സിൽ വന്നു ചേരുവാൻ ഈ ഒരു വർഷം സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. മാനസികപരമായി കുറച്ചും കൂടി കരുത്ത് ആർജിക്കുക. ചെറിയ നിസ്സാര കാര്യങ്ങളിൽ വിഷമിക്കാതെ വളരെ സ്മാർട്ടായിട്ട് ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക. കൂടാതെ നിങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കുവാനുള്ള ഒരു കരുത്ത് ഈ ഒരു വർഷം ആർജിച്ചെടുക്കുവാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് വിഷമിച്ച് മാറി നിൽക്കാതെ നിങ്ങളെ എതിർക്കാൻ വരുന്നവരോട് നിങ്ങൾ നല്ല രീതിയിൽ മറുപടി പറയുകയും വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ മുമ്പിൽ തർക്കിച്ച് ജയിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു ശ്രദ്ധ വേണ്ടത് തന്നെയാണ്. നിസ്സാരമായി കാണാതിരിക്കും. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. രഹസ്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ശ്രദ്ധ പാലിക്കുക. കാരണം അതിൽ നിന്നും ഒരുപാട് അപകടങ്ങളും അപവാദങ്ങളും കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. ഈ വർഷം വളരെ സൂക്ഷിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുക. ബന്ധുക്കളുമായി പിണങ്ങിയിരിക്കേണ്ട സാഹചര്യം ഈ ഒരു വർഷം കൂടുതലായി കാണുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സുഖാനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ വർഷം നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു ദോഷഫലങ്ങൾ അത് മാറുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകീരം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ യാത്രകൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ചെയ്യേണ്ടി വരുന്ന ഒരു വർഷമായിരിക്കും. എന്നാൽ ഈ യാത്രകളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഒരുപാട് ഗുണാനുഭവങ്ങൾ യാത്രയിലൂടെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ രാശിക്കാർക്ക് മുൻ കാലഘട്ടങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു മാറ്റമുണ്ടാകുകയും ധനലാഭമുണ്ടാകുകയും കടങ്ങൾ തീർക്കുവാൻ സാധിക്കുകയും കടങ്ങൾ കുറയുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ ശാരീരികപരമായ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഒരുപാട് പുരോഗതി എല്ലാം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ചെറിയ ഇടപെടൽ കാരണം ചെറിയ പ്രശ്നങ്ങൾ ജോലി സംബന്ധമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു വർഷക്കാലഘട്ടം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ ആ സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് നല്ല ജീവിതാനുഭവങ്ങളും സന്തോഷകരമായ ഒരു നിമിഷങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു പുതിയ സുഹൃത്തുക്കൾ മൂലം തന്നെ ബിസിനസ്സിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായും നിത്യം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പുതിയ ജോലി ചെയ്യുവാനുള്ള സാധ്യത എല്ലാം നേടി വരുന്ന ഒരു സമയം തന്നെയാണ്. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ജോലി സംബന്ധമായി അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉപകരണം വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോകണമെന്നോ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കഴിയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം അതെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളും കൂടി ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇത്. വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു പുരോഗതി തന്നെയാണ് ഈ വർഷം കാണുന്നത്.
നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ഗുണപരമായ സ്വഭാവം കൊണ്ട് നിങ്ങൾക്കൊരുപാട് നേട്ടവും അംഗീകാരവും വിജയവും ലാഭവും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ഉടമ്പടി വ്യവസ്ഥകൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ, അത് നിങ്ങൾ എഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, നല്ല ശ്രദ്ധ വേണം. അതിലൂടെ തന്നെ, അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ആഭരണ ലാഭം കൂടുതലായി കാണുന്നുണ്ട്. ആഭരണമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. കൂടാതെ നിങ്ങൾക്ക് ഭക്ഷണ സുഖം, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ വസ്തു വാങ്ങുവാനും വീട് വയ്ക്കുവാനും എല്ലാം നല്ല സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ്. നല്ല ഗുണപരമായ അനുഭവങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. എന്നിരുന്നാലും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഇത് ബിസിനസ് രംഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് വരുമാനം കുറയുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലം അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും അല്ലെങ്കിൽ നിത്യം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി സാധ്യതയും ധനലാഭവും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. സുഹൃത്തുക്കളുടെ സഹായത്തിലൂടെ അവരുടെ സഹായത്തോടു കൂടി ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബിസിനസ്സിൽ ഒരു ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. കുടുംബത്തിൽ ചെറിയ ക്ലേശാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതൊന്നും വരാതെ വളരെ ശ്രദ്ധയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. വിവാഹ സംബന്ധമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹത്തിന് അനുയോജ്യമായ ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായും അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയും ഈ ഒരു വർഷം തന്നെ വിവാഹം നടക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി പോലുള്ള ചെറിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ സമ്മാനങ്ങൾ ലഭിക്കുവാനോ, ചിട്ടി അങ്ങനത്തെ പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനോ, നറുക്കിൽ വീഴുവാനോ എല്ലാം സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രേരണയും പ്രോത്സാഹനവും കൊണ്ട് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വാക് സാമർഥ്യം അല്പം കൂടുതൽ തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ നേരത്തെ കൂടി എനിക്കത് നടക്കും, അല്ലെങ്കിൽ ഞാനത് സാധിക്കും, അത് ചെയ്യും എന്നെല്ലാം ഇങ്ങനെ തന്നെക്കുറിച്ച് തന്നെ പൊക്കി പറയുന്ന നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ വരുവാൻ സാധ്യത, നടക്കാനിരുന്ന കാര്യങ്ങൾ തന്നെ നടക്കാതെ പോകുന്ന സാധ്യതയുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആരോടും പറയാതെ രഹസ്യമായി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കയറി കൂടുതൽ എല്ലാവരോടും പറയുകയും ആ കാര്യങ്ങൾ നടക്കാതെ പോവുകയും പിന്നെ അതിൽ മനോവിഷമമായി ഇരിക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. കുറച്ച് പിടിവാശിയും മുൻകോപവും കൂടുതലായി കാണുന്ന സമയമാണ്. അതെല്ലാം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയ നല്ലൊരു കുടുംബജീവിതവും അല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹത്തിലൊരു അംഗീകാരവും ജോലി സംബന്ധമായ ബിസിനസ് സംബന്ധമായ കുറച്ച് നേട്ടവും എല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിലൊരു ശ്രദ്ധ വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ദുഷ്ടജന സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് അപകീർത്തി ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഗുരുജനങ്ങളുടെയും അതായത് ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹവും അവരുടെ ഒരു സഹായവും മൂലമൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ ഇവരുടെ അഭിപ്രായം ചോദിക്കുകയും അവരുടെ അഭിപ്രായ പ്രകാരം നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്.
അതായത് നിങ്ങൾ പ്രത്യേകതയുള്ള പല വസ്തുക്കളും നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടമുണ്ടാകുകയും അതിനോടൊപ്പം തന്നെ ഒരുപാട് സമ്മാനങ്ങൾ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുക, ഭാഗ്യങ്ങൾ വന്നു ചേരുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് വിലപിടിപ്പുള്ള രേഖകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം, അല്ലെങ്കിൽ നിത്യം ഉപയോഗിക്കുന്ന സ്വർണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ കളവ് പോകുവാനോ അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കുവാനോ അത് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുവാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത കൂടുതലായി കാണുന്നു. അത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വർഷക്കാലഘട്ടം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴേക്കും ആ ദിവസങ്ങൾ അമ്പലത്തിന് ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനൊരു പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ഒരു നാളികേരമെല്ലാം ഉടച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ധനനേട്ടം ഉണ്ടാകാനുള്ള വളരെ അധികം സാധ്യതകൾ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. നിങ്ങളെ കടങ്ങൾ മാറ്റുവാൻ അല്ലെങ്കിൽ കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ബാങ്ക് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിൽ നിന്ന് സഹായം നിങ്ങൾ ചോദിച്ചു വാങ്ങിയ കടങ്ങൾ കൊടുക്കുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ശത്രുക്കളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അവരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള മോശപ്രവൃത്തികൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ ധാരാളം ലാഭം നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ വിജയത്തിൽ തന്നെ വന്നു ചേരും. മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ ബന്ധങ്ങൾ, അതായത് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഈ ഒരു സുഹൃത്ത് ബന്ധം മൂലം നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അവർ ഉദ്ദേശിച്ച ഒരു പഠനം ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ നിങ്ങൾ വിവാഹാലോചനയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സംബന്ധമായി വീണ്ടും ഒരു ചെറിയ തടസ്സങ്ങളും അല്ലെങ്കിൽ ലേറ്റാകാനുമുള്ള സാധ്യതകളൊക്കെ കൂടുതലായി കാണപ്പെടുന്നു. സന്താനമില്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് സന്താനം ലഭിക്കാനുള്ള സമയം തന്നെയാണ്. കൂടാതെ സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് ശോഭിക്കുവാൻ സാധിക്കും. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്ന സമയം തന്നെയാണ്. ഉന്നത വ്യക്തികളായ വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ബഹുമാനവും അംഗീകാരവും ലഭിക്കുക തന്നെ ചെയ്യും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങൾ, മുൻകാലഘട്ടങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതെല്ലാം മാറി വിദേശത്ത് യാത്രയ്ക്ക് പോകുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തിന് പഠിക്കുവാൻ പോകുവാനും അല്ലെങ്കിൽ അവിടെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്ത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നേട്ടമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വിദേശത്തിപ്പോൾ വെറുതെ ഒന്ന് പോയി വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് പോകാനുള്ളൊരു അവസരം ഈ ഒരു വർഷം തന്നെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുക തന്നെയും. എന്തെല്ലാം ചില പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു മനസ്സമാധാനമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയും അതിൽ ചെറിയ അതായത് ടെൻഷൻ ഉണ്ടാകുകയും ആ ടെൻഷൻ വീട്ടിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം അഭിമുഖീകരിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. വാഹന സംബന്ധമായി ചെറിയ നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. മറ്റ് അലസതയോടും ശ്രദ്ധയില്ലാതെയും വാഹനം ഓടിക്കുന്നത് നിങ്ങൾ നിർത്തുക. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വാഹനം ഓടിക്കുക. നിയമങ്ങളെല്ലാം പാലിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഈ ഒരു വർഷം ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മുരുകസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.
നമസ്കാരം. വിഷുഫലത്തിൽ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ബന്ധുസഹായം മൂലം ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. വാക്കുകളിലും പ്രവൃത്തികളും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒരു സംയമനം വേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും ഒരുപാട് ദോഷങ്ങളും അതിൻ്റേതായ നഷ്ടങ്ങളും വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ധന ഇടപാടുകൾ വളരെ നല്ല ജാഗ്രതയോടുകൂടി തന്നെ ചെയ്യുക. ചില നഷ്ടങ്ങൾ വരുവാൻ ഈ ഒരു സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ജാമ്യം നിൽക്കുക, മധ്യസ്ഥത പറയുക, മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ, അതായത് സാമ്പത്തികമായ ഇടപെടലിൽ നമ്മൾ ഇടയിൽ നിന്ന് സാമ്പത്തികമായി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സാമ്പത്തികം നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആലോചിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ഫലമായി ഒരുപാട് അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വരും. അതെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ എല്ലാം നിങ്ങൾ നല്ല പുരോഗതിയിൽ പോവുകയും അല്ലെങ്കിൽ സന്തോഷകരമായി പോവുകയും ധനലാഭം ഉണ്ടാകുവാനും എല്ലാം സാധ്യതയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളെപ്പോഴും സഹായിക്കുവാൻ കൂടെ ഉണ്ടായി തന്നെ ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കൂടുക, അതിനുവേണ്ടി സമയം ചെലവാക്കാനുള്ള സാധ്യതയും ഈ ഒരു വർഷം കൂടുതലായി കാണപ്പെടുന്നു. വിദ്യാർത്ഥികൾ അവരുടെ അലസതയെല്ലാം വെടിഞ്ഞ് വളരെ സ്മാർട്ടായി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ കൃത്യമായി ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് തീർക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റാതെ മടി കാണിച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവമെല്ലാം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. കൃത്യമായി ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപകട സാധ്യതകൾ വളരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിലും അത്ഭുതകരമായ രീതിയിൽ അതെല്ലാം രക്ഷപ്പെടുകയും അതിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് ആരോഗ്യപരമായ നേട്ടങ്ങളും ഒരുപാട് മാറ്റങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെ ചെയ്യും. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ധനപരമായിട്ട് ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പൂജിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന് വഴിപാടുകളെല്ലാം അർപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ സന്താനങ്ങളെ ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം അവരിൽ നിന്നുള്ള പ്രവൃത്തി മൂലം നിങ്ങൾക്ക് ചെറിയ മാനസികപരമായ ദുഃഖങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വളരെ നല്ല സമയം തന്നെയാണ്. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. വിവാഹം നടക്കാതെ ഇരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് ദാമ്പത്തിക സുഖവും അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുകയും നിങ്ങൾ സന്തോഷകരമായി ജീവിക്കുവാനും നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറി വിനോദയാത്ര പോകാനും ദൂരസ്ഥലത്തേക്കുള്ള യാത്ര പോകാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. അകന്നിരുന്ന ദമ്പതികൾ തമ്മിൽ അപ്രതീക്ഷിതമായി അവർ കാണുവാനും അല്ലെങ്കിൽ സംസാരിക്കുവാനും അവർ തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാവുവാനും നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറി സന്തോഷകരമായി ജീവിക്കുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പ്രണയിക്കുന്നവർ വളരെ അധികം ശ്രദ്ധിക്കുക. ചതി പറ്റാതെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രണയിക്കുന്നവർക്ക് ചതി പറ്റുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റാതെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയും ക്ഷേത്രദർശനമെല്ലാം നടത്തിയും വളരെ ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വിവാഹബന്ധത്തിൽ വേർപെട്ട് കഴിയുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയൊരു ജീവിത പങ്കാളി വന്നു ചേരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. അങ്ങനെയുള്ള ഗുണപരമായ സന്തോഷകരമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. നിങ്ങളുടെ ഈശ്വര അനുഗ്രഹം നല്ല രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. കച്ചവടം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകുന്ന സമയം തന്നെയാണ്.
കൂടാതെ നിങ്ങളുടെ ദമ്പതികളുടെ, അതായത് ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും, ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ നിന്നും എല്ലാം ധനസഹായം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ വീട് വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു സഹായം ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം ഉണ്ടാകുക. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ആത്മാർത്ഥമായി സഹായിക്കുകയെല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അങ്ങനെ അവരിൽ നിന്നുള്ള ഒരുപാട് നേട്ടങ്ങളും സന്തോഷവും എല്ലാം ജീവിതത്തിലുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വിദേശത്ത് പോകാനും സാധിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ ദോഷങ്ങളും ആ നെഗറ്റീവായ അനുഭവങ്ങളും മാറുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാനെ പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ ചിരകാല സ്വപ്ന പദ്ധതികൾക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം. ബുദ്ധിപരമായി നിങ്ങളുടെ ഓരോ നീക്കങ്ങളിലൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാക്കി സന്തോഷകരമായി വിജയത്തോടു കൂടി നിങ്ങൾക്കൊരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കള്ളന്മാരുടെ ശല്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തടസ്സമൊക്കെ നിന്നു അല്ലെങ്കിൽ കിട്ടാതെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറാനും സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. രോഗങ്ങൾ ഉള്ള വ്യക്തികൾ സൂക്ഷിക്കുക. രോഗാവസ്ഥ ചെറുതായി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് വളരെ നല്ലത് തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലിടയിലുണ്ടായിരുന്ന ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ശുഭമായി തീരുകയും നിങ്ങളുടെ ഈശ്വര പ്രാർത്ഥന മൂലം നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യവും തടസ്സങ്ങളെല്ലാം മാറി സന്തോഷകരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിട്ടുവീഴ്ചകളിലൂടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലുമെല്ലാം ഏത് കാര്യങ്ങൾ വളരെ വിട്ടുവീഴ്ചയോടുകൂടി മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ട് നിങ്ങളുടെ ഒരു പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജോലി സംബന്ധമായ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ അതിലും വിജയിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. ചിലവിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ചെറിയ പൊള്ളലേൽക്കാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ദോഷഫലങ്ങൾ മാറുന്നതിനും ഈ ഒരു വർഷകാലഘട്ടം സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും സ്വാമിയുടെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ആഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. മുൻകാലഘട്ടങ്ങളിൽ ഒരുപാട് ആഡംബര വസ്തുക്കളെല്ലാം വാങ്ങണമെന്ന് ആലോചിച്ചിരിക്കുകയും അത് നടക്കാതെ വരികയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ വാങ്ങുവാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. അതുമൂലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിണക്കങ്ങളെല്ലാം മാറി
മാറുകയും വീണ്ടും അവർ ഒരുമിക്കുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക. ചെറിയ രീതിയിലുള്ള അപകട സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നിയമങ്ങളെല്ലാം പാലിച്ച് നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധ പാലിക്കുക. പുതിയ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് ഈ ഒരു വർഷം നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളോ അവരടുത്ത് പറയാതിരിക്കുക. അവർ മുഖാന്തരം ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇതിനൊരു പ്രശ്നം ഉണ്ടാകും. സുഹൃത്തുക്കളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചയും മംഗല്യഭാഗ്യവും വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം. പ്രണയബന്ധത്തിൽ കൂടുതൽ മെച്ചപ്പെടുകയും അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുകയും വിവാഹത്തിൽ എത്തിച്ചേരുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പേരുദോഷം വരാതെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ചില നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിൽ ഒരുപാട് വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പഠിക്കുവാൻ പോകുവാനും അതിൽ നിന്ന് ഒരുപാട് അതായത് ദൂര സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി എത്തിച്ചേരുവാനും പഠിക്കുവാനും അവിടെ വിജയിക്കുവാനും എല്ലാം സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും അവസരങ്ങളും നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് കലാപരമായ അത് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനും അതിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനും വേണ്ടി ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും. പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ഒരുപാട് ധനലാഭവും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി രൗദ്രദേവതകളായ ഭദ്ര, ദുർഗ എന്നീ ദേവിമാരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരുടെ ക്ഷേത്ര ദർശനം നടത്തുകയും ഒരു പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും കോടതിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം കേസുകളിലെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഈ ഒരു വർഷക്കാലഘട്ടം ഒഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ അതിനോട് പോകാതിരിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചെറിയ നെഗറ്റീവായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. കടബാധ്യതയിൽ ഉൾപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ചേരുന്നു എന്നുണ്ടെങ്കിൽ കടങ്ങൾ വാങ്ങാതെ നമ്മുടെ കയ്യിലുള്ള ധനം വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കടബാധ്യതകൾ കൂടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. അകന്നു നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ചതികൾ പെടാതെ നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി അവരോട് സംസാരിക്കുകയും പെരുമാറുകയും വേണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക തന്നെ ചെയ്യണം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വാക് സാമർത്ഥ്യത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങളെ സംസാരിച്ച് തോൽപ്പിക്കുവാൻ തന്നെ വളരെ പാട് തന്നെയായിരിക്കും. നിങ്ങളുടെ സംസാരത്തിലൂടെ മാത്രം നിങ്ങൾ പല രംഗങ്ങളിലും മുന്നിലെത്തുകയും അംഗീകാരമുണ്ടാകുകയും ധനലാഭം ഉണ്ടാകുകയും ബിസിനസ്സിൽ നേട്ടമുണ്ടാകുകയും ജോലിയിൽ ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ജോലിപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ഒരു ചതി പറ്റാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കൾ മൂലമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ മൂലമെല്ലാം ചെറിയ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയാണ്. അതെല്ലാം ജാഗ്രതയോടുകൂടി പാലിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. യാത്രകൾ ചെയ്യുന്നത് ഗുണകരമാകുകയില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ യാത്രകളോ ദൂര സ്ഥലത്ത് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിവെക്കുക, അല്ലെങ്കിൽ അടുത്ത വർഷം പോവുകയും അല്ലെങ്കിൽ അത് അത്യാവശ്യമായി പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങളും ധനപരമായ കാര്യങ്ങൾ അവിടുത്തെ സേഫ്റ്റി എല്ലാം നോക്കിയതിന് ശേഷം മാത്രം പോകുന്നത് നല്ലതായിരിക്കും. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധ പാലിക്കുക. സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ഇടപെടുമ്പോഴും എല്ലാം അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങൾ കേൾക്കുവാൻ ഈ ഒരു വർഷത്തിൽ സാധ്യതയുണ്ട്. അതെല്ലാം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിൻ്റെ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വളരെ അത്യാവശ്യം തന്നെയാണ്. ചിലവ് വളരെ കൂടുതലായിരിക്കും. അതൊന്ന് നിയന്ത്രിച്ച് പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി
അവരുമായി ഇടപെടുക, മധ്യസ്ഥത നിൽക്കുക, അവരുടെ വഴക്കിൽ നമ്മൾ പോയി ഇടപെട്ട് നമ്മളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കി സ്വന്തം കാര്യം നോക്കി ജീവിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കണം, അവരുടെ കൂടെ നിൽക്കണം, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വരുമ്പോഴേക്കും നമ്മളുടെ അഭിപ്രായങ്ങൾ അവിടെ പോയി പറയുവാൻ നിൽക്കുമ്പോഴേക്കും നമുക്കത് പ്രശ്നമായി മാറുകയും അത് ജീവിതത്തിൽ തന്നെ നമുക്കൊരു അപവാദങ്ങൾ ഉണ്ടാകുകയും നമ്മൾ ശത്രുക്കളായി മാറുവാനും സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനക്ലേശമുണ്ടാകുന്ന, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്നും ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും. ജോലി സംബന്ധമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംസാരവും പ്രവൃത്തിയും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടായ രീതിയിൽ, അതായത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എല്ലാം മാറി നിൽക്കുകയും നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായും ധൈര്യമായും ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. ചതി പറ്റുവാനും അപമാനിക്കപ്പെടുവാനും അപവാദത്തിൽ പോയി ഏർപ്പെടുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഓരോ ചുവടുകളും കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കാതെ സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ചില വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മധ്യസ്ഥത പറയുക, അല്ലെങ്കിൽ സാമ്പത്തികം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറ്റൊരാൾക്ക് ദാനം നൽകുക, കടമായി കൊടുക്കേണ്ടി വരിക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി തന്നെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇങ്ങനെ വല്ല സ്വഭാവം, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നല്ല രീതിയിൽ ജാഗ്രത പാലിക്കുക. കാരണം ഈ സ്വഭാവം മൂലം നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാകുക, നിങ്ങൾ ഇടപെടുന്ന സാമ്പത്തികം നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ധനം നൽകുന്ന കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല, തടസ്സങ്ങൾ വരുവാനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു വർഷത്തിൽ, അതായത് വിവാഹ സംബന്ധ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഈ ഒരു വർഷം തന്നെ വിവാഹം നടക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ ആലോചനകൾ വരികയും അതിനൊരു തീരുമാനമെല്ലാം സീരിയസ് ആയി കൈകാര്യം ചെയ്യുവാനും എല്ലാം പറ്റുന്നൊരു സമയം തന്നെയാണ്. ആ കാര്യങ്ങളിൽ നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് കർമ്മരംഗത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥാനമാറ്റം നിങ്ങളുടെ മാനസികപരമായി ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട്ട് സ്ഥലം മാറുക. പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ദൂര സ്ഥലത്തോട്ട് നിങ്ങളുടെ ജോലിയിലോട്ട് മാറ്റം വരിക. ജോലി സംബന്ധമായി ചെറിയ ബുദ്ധിമുട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി നിങ്ങൾക്കുണ്ടാകാനും നിങ്ങൾക്ക് മനക്ലേശം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായി വളരെ ശ്രദ്ധ പാലിക്കേണ്ടത് നല്ലതാണ്. ക്രമേണ നിങ്ങളുടെ ജോലിയിലുണ്ടാകുന്ന ഈ തടസ്സങ്ങളെല്ലാം മാറുകയും നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ, അതായത് ആദ്യത്തെ ഈ വർഷത്തിൽ തന്നെ ഒരു പകുതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുകയും പിന്നെ അതിനുശേഷം നല്ലൊരു ഉയർച്ച ഉണ്ടാകുകയും അംഗീകാരം ഉണ്ടാകുകയും ബഹുമാനം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്നൊരു സമയം തന്നെയായിരിക്കും. ചില രോഗങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ്. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, ചൊറിച്ചിൽ, തുമ്മൽ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അസുഖങ്ങൾ വരുവാനും സാധ്യത ഈ സമയത്ത് കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് മാനസികപരമായി ധൈര്യപരമായി ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയങ്ങളും ധനലാഭവും സന്തോഷവും വിവാഹ ഭാഗ്യവും എല്ലാം ഉണ്ടാകുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ നെഗറ്റീവായ അനുഭവങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിലും പ്രാർത്ഥനയും പൂജയും നടത്തുക. കൂടാതെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ കുംഭൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം,
ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ധനലാഭം ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. സാമ്പത്തികപരമായി കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അല്പം പുറകിലോട്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചില്ല, സേവ് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളിലും ഒരുപാട് അവസരങ്ങൾ, നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് നല്ലൊരു ലാഭമുണ്ടാകുന്നു, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറുവാൻ സുഹൃത്തുക്കളെ സഹായിക്കുന്നു. വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം സുഹൃത്തുക്കളുടെ മുൻകൈയെടുത്ത് നിങ്ങൾക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അതായത് വിവാഹാലോചന കൊണ്ടുവരികയും അത് നടക്കുകയും വിവാഹത്തിനുള്ള നല്ലൊരു സമയവും എല്ലാം ഈ ഒരു വർഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ആരോഗ്യപരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അതൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും. കച്ചവടത്തിലൊക്കെ ബിസിനസ് സംബന്ധമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ദൈവിക കാര്യങ്ങളിൽ നല്ലൊരു താല്പര്യം വന്നു ചേരുന്ന സമയമാണ്. അതിനുവേണ്ടി ധനം ചിലവാക്കുക, സമയം ചിലവാക്കുക, ഇങ്ങനത്തെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കൂടാതെ ആഡംബര വസ്തുക്കളെല്ലാം വാങ്ങുന്ന സമയമായിരിക്കും. ഭൂമി വാങ്ങുവാൻ സാധിക്കുന്നുണ്ട്, വീട് വയ്ക്കുവാൻ സാധിക്കും, വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഒരുപാട് പുരോഗതി ഉണ്ടാകുക, അതായത് ജോലിയിൽ നല്ലൊരു സാധ്യത ഉണ്ടാകുക, പോകാൻ വേണ്ടി ഉള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം ഈ ഒരു വർഷത്തെ തന്നെ നടക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ആ വീട്ടിലേക്ക് വേണ്ടി ധനം ചിലവാക്കുകയും അല്ലെങ്കിൽ വീട് നമ്മൾ ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ രീതിയിലുള്ള വീട് വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വീട്ടിൽ ധാരാളം അതിഥികൾ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും. അതിഥി സൽക്കാരത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അതായത് സുഹൃത്തുക്കളും അല്ലെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് ലാഭങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരും. കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവരിൽ നിന്നെല്ലാം ചതി പറ്റാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സർക്കാർ ജോലി ലഭിക്കുവാൻ സാധിക്കുന്ന സമയം, അല്ലെങ്കിൽ അതിനേക്കാളും സർക്കാർ ജോലിയേക്കാളും നല്ല രീതിയിൽ ധനപരമായിട്ട് മാറ്റമുള്ള പ്രൈവറ്റ് ജോലികൾ ചെയ്യുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. വാക്കുകളിൽ നിയന്ത്രണം അത്യാവശ്യം തന്നെയാണ്. അത് വാക്കുകളുടെ നിയന്ത്രണമില്ലായ്മ മൂലം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും സന്തോഷവും കൈവരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. കൂടാതെ അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ നിങ്ങളുടെ അടുത്ത് വരികയും അവർ മുഖാന്തരം ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സമയം കേസ് സംബന്ധമായും കോടതി സംബന്ധമായുള്ള വിഷയങ്ങളിൽ പോയി ചാടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ പോയി നമ്മൾ തലവയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എതിരായി വിധി വരുവാനോ അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജയപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വർഷം സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അങ്ങനെ എന്തെങ്കിലും കേസ് വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിവെച്ച് അടുത്ത വർഷത്തിലോട്ട് അതിൻ്റെ വിധി വരത്തക്ക രീതിയിലോട്ട് ആക്കുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് നല്ലത് തന്നെയാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തു വെച്ച് കോടതിയിലോട്ട് പോകാതെ എല്ലാം ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അവരുടെ മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദൂർത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് മുഖാന്തരവും പ്രശ്നങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികപരമായി ഒരുപാട് നഷ്ടങ്ങൾ വരുവാനും സാധ്യത കാണുന്നുണ്ട്. ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്.
സ്നേഹത്തോടു കൂടിയും നിങ്ങൾ സംസാരമെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള കുടുംബജീവിതവും നയിക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ വേണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കൂടുതലായിട്ടും ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരുന്നത് വളരെ നല്ലതായിരിക്കും. തടസ്സങ്ങളെല്ലാം മാറുന്നത് വളരെ നല്ലതായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ സാമ്പത്തികപരമായി നിങ്ങളെ പറ്റിക്കാതെ അല്ലെങ്കിൽ ചതിവറ്റാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹന സംബന്ധമായി ഒരുപാട് ലാഭം കാണുന്നുണ്ട്. വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും കൂടാതെ വാഹന സംബന്ധ ഫീൽഡ് ഡ്രൈവർമാർ അല്ലെങ്കിൽ അതിൻ്റെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതിൽ ചെറിയ സ്ഥാപനങ്ങൾ, വാഹന സംബന്ധമായ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാവർക്കും നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറുന്നതിന് വേണ്ടി നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും.